നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. റീ എഡിറ്റ് ചെയ്ത എമ്പുരാൻ നാളെ മുതൽ പ്രദർശനം ആരംഭിക്കും. 3 മിനിറ്റ് ഭാഗം വെട്ടിമാറ്റി. അവധി ദിവസമായിട്ടും റീ എഡിറ്റിന് അനുമതി നൽകാൻ സെൻസർ ബോർഡ് യോഗം ചേർന്നു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഏതൊക്കെ ഭാഗങ്ങളാണ് വെട്ടിമാറ്റിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിഷ്ണു. ഉന്മേഷ്, വിവാദങ്ങൾക്കൊടുവിലാണ് എമ്പുരാന്റെ റീ എഡിറ്റഡ് വെർഷൻ നാളെ മുതൽ തിയേറ്ററിലേക്ക് എത്തുന്നത്. അവധി ദിവസമായിട്ടും ഇന്ന് റീ എഡിറ്റിന് സെൻസർ ബോർഡ് അനുമതി നൽകിയിരുന്നു. പ്രത്യേക യോഗം ചേർന്നാണ് അനുമതി നൽകിയത്. ചിത്രത്തിന്റെ തുടക്ക ഭാഗങ്ങളിലുള്ള സീനുകളാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. 3 മിനിറ്റോളം വെട്ടിമാറ്റിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അതും ദേശീയ ഏജൻസി എത്തുന്ന സീനും ഈ വിവാദങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ച ബജ്രംഗി എന്ന കഥാപാത്രത്തിന്റെ പേരിലുമാണ് മാറ്റം വരുത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ആ വെർഷൻ ആയിരിക്കും ഇനി നാളെ മുതൽ തിയേറ്ററുകളിലേക്ക് എത്തുക. ഇന്ന് മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് ഖേദപ്രകടനമൊക്കെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് റീ എഡിറ്റ് പൂർത്തിയായത്. പക്ഷേ ഈ വിവാദങ്ങളൊന്നും സിനിമയെ ബാധിക്കുന്നില്ല എന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അടക്കം പറയുന്നത്. മോഹൻലാൽ തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഒരു മലയാള സിനിമ വിദേശത്ത് നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ അത് എമ്പുരാന്റേതെന്ന് ഈ ഘട്ടത്തിൽ പറയാം. 3 ദിവസത്തിനിടയിൽ 80 കോടിയിലധികം രൂപയാണ് ഓവർസീസായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. റീ എഡിറ്റ് വെർഷൻ വരുന്ന ഘട്ടത്തിൽ പോലും സിനിമയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാക്കില്ല എന്ന വിലയിരുത്തലാണ് അണിയർ പ്രവർത്തകർക്കുള്ളത്. പ്രത്യേകിച്ച് നാളെ ചെറിയ പെരുന്നാളാണ്. അതുകൊണ്ട് നാളെ പോലും ടിക്കറ്റുകളൊക്കെ ബുക്കിലാണ് ഇതിനോടകം തന്നെ. അതുകൊണ്ട് വിവാദങ്ങൾ പുറത്താണ്, സിനിമയെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ആ എമ്പുരാൻ സിനിമ ഉണ്ടാക്കി വെച്ച രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ അവസാനിക്കാനുള്ള സാധ്യത നിലവിൽ അടുത്തില്ല. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എമ്പുരാൻ സിനിമയുടെ പേരിലെ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ. സിനിമയിലെ ചില ഭാഗങ്ങൾ കുറെ പേർക്ക് വലിയ മനോവിഷമമുണ്ടാക്കിയെന്നും തനിക്കും എമ്പുരാൻ ടീമിനും അതിൽ ഖേദമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമയ്ക്കെതിരായ RSS ഭീഷണി ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. എമ്പുരാൻ സിനിമയിലെ ചില ഭാഗങ്ങളെ ചൊല്ലി വിവാദമുയർന്ന സാഹചര്യത്തിലാണ് മോഹൻലാൽ തന്നെ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. സിനിമയിലെ ചില ഭാഗങ്ങൾ കുറെ പേർക്ക് വലിയ മനോവിഷമമുണ്ടാക്കി. ഇതിൽ തനിക്കും എമ്പുരാൻ ടീമിനും ഖേദമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചെന്നും മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചു. സിനിമയ്ക്കെതിരെ RSS മുഖപത്രം ഓർഗനൈസറിലെ ലേഖനത്തിൽ വിമർശിച്ചിരുന്നു. BJP RSS നേതാക്കളും വിമർശനവുമായെത്തി. എന്നാൽ സിനിമയെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. സംഘപരിവാർ വിദ്വേഷ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്ന സന്ദർഭത്തിലാണ് ഇന്നലെ സിനിമ കണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സിനിമയ്ക്കെതിരായ RSS ഭീഷണി ആശങ്കപ്പെടുത്തുന്നതെന്നും ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പറഞ്ഞു. എമ്പുരാൻ കാണുമെന്ന് VD സതീശൻ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. 24 കൊച്ചി. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ മേജർ രവിക്കെതിരെ മല്ലിക സുകുമാരൻ. നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ലെന്ന് മേജർ രവി എന്തിനാണ് പറഞ്ഞത്? മോഹൻലാലിന്റെ പ്രീതി പിടിച്ചു പറ്റാൻ ചിലർ പൃഥ്വിരാജിന് ബലിയാടാക്കുന്നു. സിനിമയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ട്. പൃഥ്വിരാജിനെ മാത്രം പഴിക്കുന്നത് ശരിയല്ലെന്നും മല്ലിക സുകുമാരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. വ്രതശുദ്ധിയുടെ പുണ്യവുമായി നാളെ ചെറിയ പെരുന്നാളിലേക്ക് കടക്കുകയാണ് കേരളത്തിലെ വിശ്വാസികൾ. പൊന്നാനിയിൽ ചൊവ്വാൽ പിറ ദൃശ്യമായതോടെ നാളെ ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. രാവിലെ സംസ്ഥാനത്തുടനീളം ഈദ്ഗാഹുകൾ നടക്കും. മനസ്സിനെയും ശരീരത്തിനെയും സ്ഫുടം ചെയ്തെടുത്ത ഒരു മാസക്കാലത്തിന് പര്യവസാനം. ശവ്വാൽ പിറ കണ്ടതോടെ നാളെ ചെറിയ പെരുന്നാളിന്റെ മധുരം. അൽഹംദുലില്ലാ ജല്ല ആഘോഷ പുതുമയുള്ള ഈദ് വന്നല്ലോ, ഈദ് വന്നല്ലോ. താന്നൂര്, കാപ്പാട്, പൊന്നാനി ഇവിടങ്ങളൊക്കെ അതോ മാസം ഉറപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വിരുന്നൂട്ടാണ് ചെറിയ പെരുന്നാളെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. ഒരു മാസം നീണ്ടുനിന്ന അനുഷ്ഠാനങ്ങൾ, വ്രതാനുഷ്ഠാനവും മറ്റ് അനുബന്ധമായിട്ടുള്ള ചടങ്ങുകളും അതെല്ലാം കഴിഞ്ഞ് ഹൃദയശുദ്ധിയോടെ ആണ് ഇപ്പോൾ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്.
എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഈദുൽ ഫിത്ർ ആശംസകൾ നേരുകയാണ്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും കെട്ടുറപ്പിന്റെയും ഒരു ഈദുൽ ഫിത്റായിട്ട് നമ്മുടെ ഈ ഈദുൽ ഫിത്ർ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പുതുവസ്ത്രങ്ങളും മൈലാഞ്ചി ചോപ്പുമായി ചെറിയ പെരുന്നാളിന്റെ ആഘോഷത്തിലേക്ക് ഓരോ വിശ്വാസിയും കടന്നു. രാവിലെ ഈദ്ഗാഹുകൾ നടക്കും. പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടാകും. മധുരിത മൃദുപുകളോതി സദാ മഹിമത്തിൻ തിരുതിക്കറിന്നലയാ തെക്കുവയിലിരുകരം നീട്ടിയത ശൗവാൽ തിരുപ്പിറ കണ്ടുവതാ ജമീലായി ഉദിത്തുള്ള കമരേ. 24 മലപ്പുറം. ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് നാടുകൾ റമദാൻ 29 പൂർത്തിയാക്കിയാണ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകൾ പെരുന്നാൾ ആഘോഷിച്ചത്. ഒമാനിൽ നാളെയാണ് പെരുന്നാൾ. നന്മയുടെയും വിശുദ്ധിയുടെയും ഒരു മാസത്തെ വ്രതത്തിനൊടുവിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ മനസ്സ് നിറഞ്ഞ് സ്വീകരിച്ചിരിക്കുകയാണ്. UAEയിലെ വിവിധ എമിറേറ്റുകളിലെ പള്ളികളിൽ നടന്ന ഈദ് നമസ്കാരങ്ങളിൽ UAE ഭരണാധികാരികൾ ഉൾപ്പെടെ പങ്കെടുത്തു. UAEയിലെയും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും ഭരണാധികാരികൾ പെരുന്നാൾ ആശംസകൾ നേർന്നു. പ്രാദേശിക സമയം 6:30 പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചത്. UAEയിൽ മലയാളികൾക്കായി 4 ഇടങ്ങളിൽ മലയാളത്തിൽ ഖുതുബയുള്ള ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നു. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിന് ഇമാം ഹുസൈൻ സലഫി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. നോമ്പിലൂടെ നേടിയെടുത്ത ജീവിത വിശുദ്ധി തുടർന്നുള്ള ജീവിതത്തിലും കൂടെ നിർത്തണമെന്ന് ഹുസൈൻ സലഫി പറഞ്ഞു. ലഹരിക്കെതിരെ ഒന്നിച്ച് പോരാടണമെന്നും ലഹരി ഉപയോഗത്തിന് ശിക്ഷ കടുപ്പിക്കണമെന്നും അതിനായി സർക്കാർ തല ഇടപെടൽ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ലഹരിക്ക് മതമില്ല, അതിന് ജാതിയില്ല, അതിന് വർഗമില്ല. മയക്കുമരുന്നിൻ്റെ ദൂഷ്യം അത് മാനുഷികമായൊരു വിഷയമാണ്. അതുകൊണ്ട് ഓരോ രാജ്യത്തുമുള്ള രക്ഷിതാക്കളും അവിടെയുള്ള അധ്യാപകരും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഭരണകൂടവും എല്ലാവരും കൂടെ ഒരു പ്രദേശത്ത് ഒന്നായി ഒരു കൂട്ടായ്മ ഈ വിഷയത്തിലുണ്ടാകണം. മക്കയിലെ ഹറം പള്ളിയിലും മദീനയിൽ പ്രവാചകന്റെ പള്ളിയിലും വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു. മസ്ജിദുൽ ഹറം പള്ളിയിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബയ്ക്കും നേതൃത്വം നൽകി. മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബയ്ക്കും ഷെയ്ഖ് അബ്ദുള്ള അൽ ബുഐജാൻ നേതൃത്വം നൽകി. കുവൈറ്റിൽ പ്രാദേശിക സമയം രാവിലെ 5:56 പെരുന്നാൾ നമസ്കാരം നടന്നത്. രാജ്യത്തുടനീളം പള്ളികളിലും 57 ഈദ്ഗാഹുകളിലുമായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. ഖത്തറിലും പ്രാർത്ഥനകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. അതേസമയം ഒമാനിൽ റമദാൻ 30 പൂർത്തിയാക്കി നാളെയാണ് പെരുന്നാൾ ആഘോഷിക്കുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം അരുൺ പാറാട്ട്, 24 ദുബായ്. യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ അധ്യക്ഷനായി ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ സ്ഥാനമേറ്റു. പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിനോട് ചേർന്നുള്ള സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ സഭയിലെ മെത്രാപ്പൊലീത്തമാരും പാത്രിയർക്കീസ് ബാവയുടെ പ്രതിനിധികളും പങ്കെടുത്തു. ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് സഭയുടെ 81ാമത് കാത്തോലിക്കയായി ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് ബാവ സ്ഥാനമേറ്റത്. സഭാ ആസ്ഥാനത്തെത്തിയ ബാവ മുൻഗാമിയായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ ഖബറിൽ പ്രാർത്ഥന നടത്തി. ശേഷം സ്ഥാനാരോഹണം. വലിയ മെത്രാപ്പൊലിത്ത എബ്രഹാം മാർ സേവറിയോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ശുശ്രൂഷകൾ. സ്ഥാനാരോഹണത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയായി. മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ സഭകളുടെ പ്രതിനിധികളും പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. ശത്രുവിനെ സ്നേഹിക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആരോടും ശത്രുതയില്ല. ശത്രുതയോടുകൂടി സംസാരിക്കുമ്പോഴും ദോഷം ചിന്തിക്കുമ്പോഴും ദോഷം ചെയ്യുമ്പോഴും സഭ ഇകഴ്ത്തുമ്പോഴുമെല്ലാം അവരോടൊക്കെ സ്നേഹം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അങ്ങനെയുള്ള മനസ്സുള്ളവനായിരിക്കണമെന്ന് തന്നെയാണ് ക്രിസ്തു നമ്മെ പ്രബോധിപ്പിച്ചിരിക്കുന്നതും. വഴക്കും വിദ്വേഷവും വെറുപ്പും പകയും ഒന്നും മനസ്സിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് ഞാൻ ശീലിച്ചിട്ടുള്ള കാര്യമല്ല. ലബനനിൽ നിന്നും മടങ്ങിയെത്തിയ സഭയുടെ പുതിയ അധ്യക്ഷന് വിശ്വാസി സമൂഹം ഊഷ്മള വരവേൽപ്പാണ് ഒരുക്കിയത്. ഗീസ് പീറ്റർ, 24 കൊച്ചി.
ആശാ വർക്കേഴ്സിന് ഓണറേറിയം കൂട്ടി നൽകാൻ കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളോട് KPCC. എന്നാൽ സാഹചര്യത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ നോക്കരുത് എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. സമരം 50-ാം ദിവസത്തിലേക്ക് കടക്കുന്ന നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാർ മുടി മുറിച്ച് പ്രതിഷേധിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഓണറേറിയം കൂട്ടാൻ കഴിയില്ലെന്ന തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നിലപാട് തള്ളിയാണ് കോൺഗ്രസ് നീക്കം. ഇൻസെന്റീവായും ഓണറേറിയമായും അധിക വേതനം നൽകണമെന്നാണ് സർക്കുലർ. ഓരോ തദ്ദേശ സ്ഥാപനത്തിനും അവരുടെ സാമ്പത്തിക സ്ഥിതിയനുസരിച്ച് തുക തീരുമാനിക്കാം. ഇത് സംബന്ധിച്ച സർക്കുലർ കോൺഗ്രസിന്റെ എല്ലാ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും അയച്ചു. UDF ഭരിക്കുന്ന ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരത്തെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിരുന്നു. കോൺഗ്രസ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സമരക്കാർ. ഞങ്ങൾ വളരെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സമരത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു തീരുമാനമാണല്ലോ അത്. സമരത്തിൻ്റെ ഒരു റിസൾട്ടാണത്. പക്ഷേ ഈ നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡിന്മേൽ ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കേണ്ടുന്നത് സംസ്ഥാന സർക്കാരാണ്. എന്നാൽ UDF തീരുമാനത്തിന്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിക്കണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. അതിൻ്റെ സാങ്കേതികമായ നിയമം അവർ നോക്കട്ടെ, അവർ നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ ദിവസം തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയും പറഞ്ഞതാണ് അതിൻ്റെ എന്നാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനോട് സാങ്കേതികമായ അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയമായിട്ടല്ല ഉപയോഗിക്കേണ്ടതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. UDF LDF എന്ന നിലയിലൊന്നും അല്ല. സമരത്തിന്റെ 50-ാം ദിവസമായ നാളെ ആശാ വർക്കേഴ്സ് മുടിമുറിച്ച് പ്രതിഷേധിക്കും. 24 തിരുവനന്തപുരം. കൊച്ചിയിൽ വൻ ലഹരിവേട്ട. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച 500 ഗ്രാം MDMA പിടികൂടി. പുതുക്കലവട്ടത്തെ വാടക വീട്ടിൽ നിന്ന് മുഹമ്മദ് നിഷാദാണ് MDMAയുമായി പിടിയിലായത്. ആലുവയിൽ 47 ഗ്രാം MDMAയുമായി പിടികൂടിയ ഷാജിയും മുഹമ്മദ് നിഷാദും ബിസിനസ് പങ്കാളികളാണ്. 2 വർഷമായി എറണാകുളം പുതുക്കലവട്ടത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് പൊന്നാനി സ്വദേശിയായ മുഹമ്മദ് നിഷാദ്. ആലുവയിൽ മുഹമ്മദ് നിഷാദിന് വാട്ടർ സപ്ലൈ നടത്തുന്ന പ്ലാന്റുണ്ട്. ഇതിന്റെ പാർട്ണറായ ഷാജിയെ 47 ഗ്രാം MDMAയുമായി ഇന്നലെ രാത്രി പോലീസ് പിടികൂടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരത്തെ തുടർന്ന് പുലർച്ചെ മുഹമ്മദ് നിഷാദിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 500 ഗ്രാം MDMA കണ്ടെത്തിയത്. പ്രതി പോലീസുമായി സഹകരിക്കുന്നില്ലെന്നും ചോദ്യം ചെയ്യലിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂവെന്നും പോലീസ് വ്യക്തമാക്കി. വീട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 550 ഗ്രാം MDMA കിട്ടിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇയാൾക്ക് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറവിലാണ് ഇയാൾ ഈ MDMA ബിസിനസ് നടത്തുന്നത്. പ്രതി അന്വേഷണത്തോട് കൂടുതൽ സഹായിക്കുന്നില്ല. കൂടുതൽ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോഴാണ് MDMAയുടെ സെയിലുണ്ടെന്ന് മനസ്സിലായി നമ്മൾ വീട് സെർച്ച് നടത്തി. 2008 മുതൽ MDMA ഉപയോഗിക്കുന്ന ആളാണ് മുഹമ്മദ് നിഷാദ് എന്ന് പോലീസ് പറഞ്ഞു. മരടിൽ 5 ഗ്രാം ഹെറോയിനും പിടികൂടി. ലഹരി ഉപയോഗം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. 24 കൊച്ചി. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് നാദാപുരത്ത് പെരുന്നാൾ ആഘോഷങ്ങൾക്കിടെ പടക്കം പൊട്ടി 2 പേർക്ക് ഗുരുതര പരിക്ക്. കലാച്ചി സ്വദേശി മുഹമ്മദ് ഷഹറാസ്, പൂവള്ളതിൽ റയീസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിച്ച് റോഡിലേക്ക് എറിയുകയായിരുന്നു. കാറും ഭാഗികമായി തകർന്നിട്ടുണ്ട്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, കോഴിക്കോട് നാദാപുരത്തിന് സമീപം പേരോട് ഇന്ന് രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. അതായത് ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ 2 യുവാക്കൾ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഈ യാത്രക്കിടെ ഉഗ്ര ശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടിച്ച് കാറിന്റെ അകത്തു നിന്നും പുറത്തേക്ക് എറിയുകയായിരുന്നു. അതിനിടയിലാണ് ഒരു പടക്കം കാറിനകത്തേക്ക് തന്നെ വീണത്. ഇത് ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. കല്ലാച്ചി സ്വദേശികളായ മുഹമ്മദ് ഷഹറാസ്, റയീസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഷഹറാസിന്റെ വലതു കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാറിന്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും ചില്ലുകൾ തകർന്ന നിലയിലാണ്. എന്താണെങ്കിലും 2 യുവാക്കളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കല്ലാച്ചി പോലീസാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. ഈ വാഹനത്തിന്റെ അകത്തുൾപ്പെടെ രക്തം കട്ട പിടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ഉന്മേഷ്. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഒഡീഷയിൽ ട്രെയിൻ പാളം തെറ്റി ഒരാൾ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. ബംഗളൂരു കാമാക്യ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ 11 AC കോച്ചുകളാണ് പാളം തെറ്റിയത്. അപകടത്തെ തുടർന്ന് 3 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. ബംഗളൂരുവിൽ നിന്ന് അസമിലെ ഗുവാഹത്തിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം. ഒഡീഷയിലെ കട്ടക് ജില്ലയിലാണ് അപകടമുണ്ടായത്. കാമാക്യ എക്സ്പ്രസിന്റെ 11 കോച്ചുകളാണ് പാളം തെറ്റിയത്. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. कोई अभी बहुत सारे इंसिडेंट, कोई अगर डिरेलमेंट होता है बहुत सारे पहलू रहती है और उसमें क्या सीक्वेंस ऑफ इंसिडेंट हुआ था, इस सारे चीजों को जब हम लोग कोई कमेटी उसमें इंक्वायरी करते हैं, हाई पावर कमेटी, वो सारे चीजों को ये करते हैं, परख करते हैं और उसके आधार पर ही वो अपना रिपोर्ट देते हैं और जो रिपोर्ट आएगा हम आपके साथ साझा करेंगे.
അപകടത്തെ തുടർന്ന് ധൗലി എക്സ്പ്രസ്, നീലാചൽ എക്സ്പ്രസ്, പുരുലിയ എക്സ്പ്രസ് എന്നീ 3 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. പരുക്കേറ്റ അസം സ്വദേശികളായ 2 പേർ അപകടനില തരണം ചെയ്തതായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ഒഡീഷ സർക്കാരുമായും റെയിൽവേ അധികൃതരുമായും തന്റെ ഓഫീസ് ബന്ധപ്പെട്ടുവെന്നും അസം മുഖ്യമന്ത്രി വ്യക്തമാക്കി. 24 ഡൽഹി. വാർത്താമഴയിലേക്ക്. നാഗ്പൂരിലെ RSS ആസ്ഥാനം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതാദ്യമായാണ് ഒരു പ്രധാനമന്ത്രി RSS ആസ്ഥാനത്ത് സന്ദർശനം നടത്തുന്നത്. രാജ്യത്തെ സേവിക്കാൻ RSS പ്രചോദനമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സന്ദർശനം ചരിത്രപരമെന്ന് RSS. പ്രധാനമന്ത്രിയായ ശേഷം RSS ആസ്ഥാനത്തെ ആദ്യ സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്. നാഗ്പൂരിലെത്തിയ പ്രധാനമന്ത്രിയെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. RSS ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി RSS മേധാവി മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടത്തി. RSS സ്ഥാപകൻ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിന്റെ സ്മൃതി മന്ദിരത്തിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. RSSന്റെ 2ാമത്തെ തലവനായിരുന്ന MS ഗോൾവാക്കറിന്റെ പേരിലുള്ള മാധവ് നേത്രാലയം ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു. RSS സേവനത്തിന്റെ ആൽമരമായി മാറിയെന്ന് പ്രധാനമന്ത്രി. मानवता रत यह सेवा मंदिर कण कण में देवालय जो अनेक दशकों से पूज्य गुरु जी के आदर्शों पर लाखों लोगों की सेवा कर रहा है. लोगों के जीवन में रोशनी लौटी है. പ്രധാനമന്ത്രി RSSന്റെ സംഭാവനകളെ അംഗീകരിച്ചെന്ന് RSS നേതാക്കൾ പറഞ്ഞു. RSSും BJPയും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണെന്നും RSS നേതാക്കൾ പറഞ്ഞു. നാഗ്പൂരിലെത്തിയ പ്രധാനമന്ത്രി ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച ദീക്ഷാഭൂമിയും സന്ദർശിച്ചു. 24 ഡൽഹി. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലെ 400 ഏക്കർ വനഭൂമി വെട്ടിത്തെളിക്കാനുള്ള നീക്കം തടഞ്ഞ വിദ്യാർത്ഥികൾ. പ്രതിഷേധവുമായി എത്തിയ വിദ്യാർത്ഥികളെയും ഒരു മാധ്യമ പ്രവർത്തകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നീക്കം ഏത് വിധേനയും ചെറുക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. ഗച്ചിബൌളിയിലെ ഹൈദരാബാദ് സർവകലാശാലയുടെ 400 ഏക്കർ വനഭൂമി ലേലം ചെയ്യാൻ തെലങ്കാന സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധവും ഹൈക്കോടതിയിലെ കേസും പരിസ്ഥിതിവാദികളുടെ എതിർപ്പുമൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് JCBകളുമായി ഉദ്യോഗസ്ഥർ ക്യാമ്പസിനകത്ത് കയറിയത്. വിവരമറിഞ്ഞതോടെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തി. വിദ്യാർത്ഥികളെയും പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. While covering the protest, police had also taken me in detention. They also snatched my phone, but they have given me time. Along with the protesting students inside the University of Hyderabad campus, I have been detained by Telangana police, and I don't know where I am going to be taken. തെലങ്കാന ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ വഴിയാണ് ലേലം നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ലേലത്തിന് തടസ്സം നിൽക്കുന്നത് ചില കുറുക്കന്മാരാണെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നേരത്തെ വിമർശിച്ചിരുന്നു. 24 ചെന്നൈ. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തെ പദ്ധതി ചെലവ് 92.32% കടന്നു. എന്നാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചെലവ് 50% താഴെയാണ്. ഈ സാമ്പത്തിക വർഷം സംസ്ഥാനം 1.75 ലക്ഷം കോടി രൂപ ചെലവിട്ടു. അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന്റെ ചെലവ് 2 ലക്ഷം കോടിയിലേക്ക് എത്തുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ മുൻഗണനാക്രമം നിശ്ചയിച്ചപ്പോൾ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചൊന്നായിരുന്നു ധനവകുപ്പ് കേട്ട പഴി. എന്നാൽ പദ്ധതി ചെലവിൽ വെട്ടിക്കുറവൊന്നും വരുത്തിയിട്ടില്ലെന്നാണ് വർഷാന്ത്യ കണക്കിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ധനമന്ത്രി പറയുന്നത്. സംസ്ഥാന പദ്ധതിയും തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതിയും ചേർന്ന് 92.32% തുക ചെലവിട്ടു. ആകെ ചെലവ് 92.32%. LSGDയുടെ പ്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രം കൊടുത്തേക്കുന്ന ഔട്ട്ഫ്ലോ നോക്കിയാൽ 110%. പ്ലാൻ കട്ടുണ്ട്, ആകെ കട്ടിങ് ആണെന്നൊക്കെ പറഞ്ഞ വലിയ പ്രചരണം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ശതമാനത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത്. എന്നാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചെലവ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. ഈ പദ്ധതികളുടെ ചെലവ് 50% താഴെയാണ്. കേന്ദ്ര സഹായത്തോടുള്ള പദ്ധതികൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനകത്ത് വളരെ കുറവാണ് വന്നത്. അതിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഒരു 41%, 45% അടുത്തേ കേന്ദ്ര സഹായ പദ്ധതികൾ എക്സ്പെക്ട് ചെയ്ത് നമുക്ക് വന്നിട്ടുള്ളൂ. അതും കൂടി വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എക്സ്പെൻസ് കൂടിയിരുന്നു. ഈ സാമ്പത്തിക വർഷത്തെ വാർഷിക ചെലവ് ഏകദേശം 1.75 ലക്ഷം കോടി രൂപ കവിഞ്ഞു. മാർച്ചിൽ മാത്രം 26,000 കോടിയിൽ പരം രൂപ ചെലവിട്ടു. സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം 84,000 കോടി രൂപ കടന്നേക്കുമെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. 24 തിരുവനന്തപുരം.
മ്യാൻമറിലെ ഭൂകമ്പത്തിൽ മരണം 1600 കടന്നു. 3000-ൽ അധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് അവശ്യ വസ്തുക്കളുമായി 2 വിമാനങ്ങൾ കൂടി മ്യാൻമറിലെത്തി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മ്യാൻമറിലെ പട്ടാള ഭരണത്തിനെതിരായ പോരാട്ടം വിമതസേന നിർത്തിവെച്ചു. തകർന്നടിഞ്ഞ പലയിടങ്ങളിലും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാനാകാത്തത് കനത്ത വെല്ലുവിളിയാണ്. 10,000-ലധികം പേർക്ക് ജീവൻ നഷ്ടമായേക്കുമെന്ന് US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തു. 17 ദശലക്ഷം പേരെ ഭൂചലനം ബാധിച്ചെന്നാണ് വിവരം. മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിൽ മാത്രം 1200 ബഹുനില കെട്ടിടങ്ങളാണ് തകർന്നത്. രക്ഷാദൌത്യത്തിന് യന്ത്ര സംവിധാനങ്ങളില്ലാത്തതും വെല്ലുവിളിയാണ്. തിരച്ചിലിനായി സ്നിഫർ ഡോഗുകളെയും റോബോട്ടുകളെയും വിന്യസിച്ചു. പലയിടങ്ങളിലും കുടിവെള്ളവും വൈദ്യുതിയും ലഭ്യമാകാത്തത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. ആശുപത്രികളിൽ ഡോക്ടേഴ്സിന്റെ കുറവ് ഉണ്ടാകുന്നതായി റിപ്പോർട്ടുണ്ട്. രക്ഷാദൌത്യത്തിനിടെ ഇന്നലെ തുടർചലനങ്ങളുണ്ടായി. ദുരന്ത മേഖലയിൽ മരുന്നുകളുടെ കടുത്ത ക്ഷാമമുണ്ടായേക്കാമെന്ന് UN മുന്നറിയിപ്പ് നൽകി. ദുരന്തഭൂമിയിലേക്ക് രാജ്യങ്ങളുടെയും സംഘടനകളുടെയും സഹായം എത്തിത്തുടങ്ങി. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ഇന്ത്യയുടെ 2 വിമാനങ്ങൾ കൂടി മ്യാൻമറിലെത്തി. 82 പേരടങ്ങുന്ന സംഘത്തെ ചൈന അയച്ചു. അതിനിടെ പട്ടാള ഭരണത്തിനെതിരെ പോരാടുന്ന നാഷണൽ യൂണിറ്റി ഗവൺമെന്റ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. മ്യാൻമറിൽ രക്ഷാപ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് നടപടി. ഏപ്രിൽ 3-4 തീയതികളിൽ നടക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ബാങ്കോക്ക് അധികൃതർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധയാത്ര തുടരുന്നു. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. SK നടത്തുന്ന കേരളയാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. 24ന്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഇത് ലഭ്യമാണ്. സേ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിനുമായി ആലപ്പുഴ മുതുകുളം SNV UP സ്കൂളിലെ വിദ്യാർത്ഥികൾ തെരുവിൽ നൃത്ത നാടകം സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ പോസ്റ്ററുകളുമായി കുട്ടികൾ ലഹരിവിരുദ്ധ ജാഥയും നടത്തി. കരിയിലക്കുളങ്ങര CA J നിസാമുദ്ദീൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് എല്ലാവരും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ലഹരിക്കെതിരായ ദീപം കൊളുത്തുള്ള യാത്രയ്ക്കും തുടക്കമായി. മറ്റു വാർത്തകളിലേക്ക്. കൊച്ചിയിലെ സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ തെളിവ് പുറത്തുവിട്ട് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ പാർട്ട്ണർ എന്ന നിലയിൽ ഷോയുടെ ഭാഗമാകാൻ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. തന്നത് 5 ലക്ഷം മാത്രം. അത് ഭീഷണിപ്പെടുത്തി തിരികെ വാങ്ങിയെന്നും ഷാൻ റഹ്മാൻ വ്യക്തമാക്കി. 24 എക്സ്ക്ലൂസീവ്. ഉയരെ സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട ആരോപണമുയർന്നതിനു പിന്നാലെ തന്റെ പാർട്ട്ണർ നിജുരാജിനെതിരായ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഷാൻ റഹ്മാൻ. നിജുരാജ് ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളും തെറ്റ്. ഷോയുടെ ഭാഗമാകാൻ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. കരാറിലേർപ്പെടാൻ പലകുറി ആവശ്യപ്പെട്ടിട്ടും നിജു തയ്യാറായില്ല. ഡ്രോൺ പറത്താൻ അനുമതി വാങ്ങിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. നിജുവിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം പുറത്തുവിട്ടിരിക്കുകയാണ് ഷാൻ റഹ്മാൻ. നിജുരാജ് സംഗീത പരിപാടിയുടെ പേരിൽ കബളിപ്പിച്ചെന്ന് കാണിച്ച് ഇൻഫോ പാർക്ക് പോലീസിൽ ഷാൻ റഹ്മാനും കമ്പനിയും പരാതി നൽകിയിരുന്നു. ഈ പരാതി മറയ്ക്കാനാണ് നിജു വ്യാജ ആരോപണം ഉന്നയിച്ചതെന്നാണ് ഷാൻ റഹ്മാൻ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക് 24.
സംസ്ഥാനത്ത് വിവിധ വാഹന അപകടങ്ങളിൽ 6 പേർ മരിച്ചു. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, പാലക്കാട് എന്നിവിടങ്ങളിലാണ് മരണം. മലപ്പുറം വണ്ടൂരിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചു. തല നാരിഴയ്ക്കാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കാസർഗോഡ് പടന്നക്കാട് ലോറി ബൈക്കിലിടിച്ചാണ് പോലീസുകാരൻ മരിച്ചത്. പോസ്തുർക്ക് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ വിനീഷാണ് മരിച്ചത്. രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോഴായിരുന്നു അപകടം. ആറ്റിങ്ങലിൽ ഇരുചക്രവാഹനം പോസ്റ്റിലിടിച്ച് 30 വയസ്സുകാരനായ വിവേക് മരിച്ചു. സുഹൃത്തായ ആകാശിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുചക്രവാഹനം നിയന്ത്രണം വിടുകയായിരുന്നു. മലപ്പുറം ചങ്ങരംകുളത്ത് പാവിട്ടപ്പുറത്ത് ചരക്ക് ലോറിക്ക് പുറകിലാണ് സ്കൂട്ടർ ഇടിച്ചത്. ഗുരുവായൂർ താമരയൂർ സ്വദേശി രാഘവൻ തൽക്ഷണം മരിച്ചു. തൃശൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിക്ക് പുറകിൽ ഇതേ റോഡിൽ വന്നിരുന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. എറണാകുളം കറുകുറ്റിയിൽ സ്കൂട്ടർ അപകടത്തിൽ ജസ്റ്റോ ദേവസി മരിച്ചു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. തിരുവനന്തപുരം വിതുരയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് തോട്ടുമുക്ക് സ്വദേശി മുഹമ്മദ് നായിഫ് മരിച്ചു. മലപ്പുറം വണ്ടൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാനിന്റെ മുന്നിൽ നിന്ന് അത്ഭുതകരമായി കുട്ടികൾ രക്ഷപ്പെട്ടു. പാലക്കാട് കൊപ്പം വളാഞ്ചേരി പാതയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. തിരുവേഗപ്പുറ വേളാക്കാട്ടിൽ കോയക്കുട്ടിയുടെ മകൻ മുഹമ്മദ് അനസാണ് മരിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മലപ്പുറം. ഐ ലീഗ് ഫുട്ബോളിൽ ജയത്തോടെ കിരീട പ്രതീക്ഷ നിലനിർത്തി ഗോകുലം കേരള FC. എതിരില്ലാത്ത ഒരു ഗോളിന് ശ്രീനിധി ഡെക്കാനെയാണ് ഗോകുലം തോൽപ്പിച്ചത്. 15-ാം മിനിറ്റിൽ തബീസോ ബ്രൗൺ ആണ് ഗോൾ നേടിയത്. ജയത്തോടെ ഗോകുലം ലീഗിൽ 3-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അവസാന റൗണ്ട് മത്സരത്തിൽ ജയിക്കുന്നതിനൊപ്പം ചർച്ചിൽ പ്രദേശും ഇന്റർകാശിയും പോയിന്റ് നഷ്ടപ്പെടുത്തുകയും കൂടി ചെയ്താൽ ഗോകുലത്തിന് ചാമ്പ്യന്മാരാകാം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മേഘ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുഹൃത്ത് സുഗാന്ത് സുരേഷ് ഒളിവിൽ. എമിഗ്രേഷൻ IB ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുഗാന്ത് ഒളിവിൽ പോയത്. സുഗാന്ത് ഒളിവിൽ പോയതിൽ പോലീസിനെ കുറ്റപ്പെടുത്തി മേഘയുടെ കുടുംബം രംഗത്തെത്തി. അന്വേഷണത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ലെന്ന് മേഘയുടെ വീട് സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എടപ്പാൾ സ്വദേശിയും IB ഉദ്യോഗസ്ഥനുമായ സുഗാന്ത് സുരേഷ് മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നായിരുന്നു മേഘയുടെ മാതാപിതാക്കളുടെ ആരോപണം. പിന്നാലെയാണ് സുഗാന്തിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ സുഗാന്തിനെ ഓഫീസിലോ എടപ്പാളിലെ വീട്ടിലോ കണ്ടെത്താനായില്ല. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി. ഇതോടെ സുഗാന്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മേഘയുടെ ഫോൺ കോൾ വിവരങ്ങളും പോലീസിന് ലഭിച്ചു. മരണം നടന്ന ദിവസം 4 തവണ മേഘയും സുഗാന്തും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടു. മരണത്തിനു തൊട്ടു മുൻപ് മേഘയുടെ ഫോണിലേക്ക് വിളിച്ച സുഗാന്ത് 8 സെക്കൻഡ് സംസാരിച്ചുവെന്നും പോലീസ് കണ്ടെത്തി. സുഗാന്തും കുടുംബവും വീട് പൂട്ടി മുങ്ങിയതിൽ പോലീസ് വീഴ്ചയുണ്ടെന്ന് മേഘയുടെ കുടുംബം. പ്രതിയെ എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആളുടെ നിരീക്ഷണത്തിൽ വെക്കാമായിരുന്നു. പോലീസ് അത് ചെയ്തിട്ടില്ല. ആളെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. സാമ്പത്തികമായിട്ട് നല്ല ചൂഷണമാണ് നടന്നത്. അവർക്ക് ആഹാരം കഴിക്കാൻ പോലും പൈസ കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അവളെ എത്തിച്ചിരുന്നു. അതിനിടെ IB ആഭ്യന്തര അന്വേഷണ സമിതി സുഗാന്തിന്റെ മൊഴി രേഖപ്പെടുത്തിയെന്ന വിവരവും പുറത്തുവന്നു. പത്തനംതിട്ടയിൽ മേഘയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കണ്ടു. സെൻട്രൽ IBയുടെ ഒരു ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും വേണ്ട നടപടി കൈക്കൊള്ളുന്നതിന് മുൻകൈയെടുക്കും. 24 തിരുവനന്തപുരം. കോഴിക്കോട് നാദാപുരത്ത് +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കിടെ ആൾമാറാട്ടം നടത്തിയ സംഭവത്തിൽ കൂടുതൽ നടപടിക്ക് വിദ്യാഭ്യാസ വകുപ്പും പോലീസും. +1 വിദ്യാർത്ഥിക്കെതിരെ പോലീസ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജുവനൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറും. പകരം പരീക്ഷ എഴുതിയ ബിരുദ വിദ്യാർത്ഥിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. നാദാപുരം കടമേരി RAC ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംഭവം. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയിലാണ് ആൾമാറാട്ടം നടന്നത്. പരീക്ഷ എഴുതേണ്ട +1 വിദ്യാർത്ഥിക്ക് പകരമെത്തിയ ബിരുദ വിദ്യാർത്ഥിയെ നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. +1 വിദ്യാർത്ഥിക്കെതിരെ പോലീസ് ഉടൻ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് സമർപ്പിക്കും. ഇരു വിദ്യാർത്ഥികൾക്കുമെതിരെ വിദ്യാഭ്യാസ വകുപ്പും ഉടൻ നടപടി സ്വീകരിച്ചേക്കും. പരീക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അധ്യാപകൻ സംശയം തോന്നി ഹോൾ ടിക്കറ്റ് പരിശോധിച്ചപ്പോഴായിരുന്നു തട്ടിപ്പ് മനസ്സിലായത്. ബിരുദ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഇസ്മയിൽ ഹോൾ ടിക്കറ്റിൽ ക്രമക്കേട് നടത്തിയാണ് പരീക്ഷയ്ക്കെത്തിയത്. 24 കോഴിക്കോട്. കോഴിക്കോട് സൈനിക സ്കൂൾ വിദ്യാർത്ഥിയായ 13 വയസ്സുകാരനെ കാണാതായ സംഭവത്തിൽ കുട്ടി ട്രെയിനിൽ കയറുന്ന CCTV ദൃശ്യങ്ങൾ 24-ന്. കന്യാകുമാരി പുണെ എക്സ്പ്രസ് ട്രെയിനിൽ കയറുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സംസ്കാർ കുമാർ എന്ന വിദ്യാർത്ഥിക്കായി പൂനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.
പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണിത്. പ്ലാറ്റ്ഫോമിലൂടെ കുട്ടി നടക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. കന്യാകുമാരി പൂനെ എക്സ്പ്രസ് ട്രെയിൻ പ്ലാറ്റ്ഫോമിലെത്തിയ വൈകുന്നേരം 6 മണി സമയത്തെ ദൃശ്യങ്ങളാണിത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ കുട്ടി കയറുന്നതും കാണാം. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. നടക്കാവ് പോലീസിന്റെ 3 സംഘം ട്രിച്ചി, ധൻബാദ്, പൂനെ എന്നിവിടങ്ങളിൽ തുടരുകയാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് സൈനിക സ്കൂളിലെ 7ാം ക്ലാസ്സുകാരൻ ബീഹാർ സ്വദേശി സൻസ്കാർ കുമാറിനെ കാണാതായത്. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും അതിസാഹസികമായി കുട്ടി ഇറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മിഥില ബാലൻ, 24 കോഴിക്കോട്. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്. നമസ്കാരം.